അധ്യായം 51 മാമല്ലപുരം. ഇപ്പോൾ നമ്മൾ മഹാബലിപുരം എന്ന് പറയുന്ന തുറമുഖ പട്ടണം. ഈ കഥ നടക്കുന്നതിന് 300 വർഷങ്ങൾക്ക് മുമ്പ് മഹേന്ദ്ര പല്ലവരുടെയും അദ്ദേഹത്തിന്റെ മകനും വാതാപിയിൽ ചാലൂക്യ സാമ്രാജ്യത്തിന്റെ പുലികേശി മന്നനെ തറപറ്റിച്ചവനുമായ മാമല്ലൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നരസിംഹ പല്ലവരുടെയും സ്വപ്ന നഗരമായിരുന്നു. അവരാണ് കാലത്തിന്റെ കൈകൾക്ക് പരിക്കേൽപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ പാറകൾ തുരന്ന് ഗുഹാക്ഷേത്രങ്ങളും കടൽ തീരത്ത് മണ്ഡപങ്ങളുമെല്ലാം പണിതീർത്തത്. ശില്പികളുടെ സുവർണ കാലമായിരുന്നു അത്. ശൈവ വൈഷ്ണവ വിശ്വാസങ്ങളെ തൻ്റെ ഇരു കണ്ണുകളെ പോലെ കരുതിയിരുന്ന പരമേശ്വര പല്ലവരാണ് നഗരത്തിന്റെ ഒത്ത നടുക്ക് ഉലകളന്ത പെരുമാളിന് ഒരു വിണ്ണക്കരം എടുപ്പിച്ചത്. പ്രകൃതിദത്തമായ തുറമുഖം പല രാജ്യങ്ങളിൽ നിന്നുമുള്ള കപ്പൽ കച്ചവടത്തിന്റെ ആസ്ഥാനമായിരുന്നു. പണ്ടകശാലകളും അതിഥി മന്ദിരങ്ങളും അരമനകളും നിറഞ്ഞ ആ നഗരം അതിന്റെ പരമോന്നത കാലത്താണ് അപ്പോൾ നിന്നിരുന്നത്. ഈ കഥ നടക്കുമ്പോൾ 300 വർഷങ്ങൾ പിന്നിട്ട് പഴയ പ്രതാപങ്ങളെല്ലാം അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. നിരവധി യുദ്ധങ്ങൾ കൊണ്ട് കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. തുടർന്ന് വന്ന കടൽക്ഷോഭങ്ങൾ മൂലം തുറമുഖത്തിൽ മണ്ണടിഞ്ഞ് കപ്പലുകൾക്ക് വരാൻ പറ്റാത്ത അവസ്ഥയായി. ചെറിയ തോണികളും പടകുകളും മാത്രമേ പ്രവേശിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. വലിയ കപ്പലുകൾക്ക് അത്രയും സുരക്ഷിതത്വമല്ലാത്ത പുറംകടലിൽ നങ്കൂരമിടേണ്ടി വന്നിരുന്നു. അതുകൊണ്ടെല്ലാം കടൽ വാണിഭം വല്ലാതെ കുറഞ്ഞുപോയി. മാമല്ലപുരത്തെ തെരുവീഥികളിൽ കൂടി ഇരട്ട കുതിരകൾ വലിച്ചിരുന്ന ഒരു രഥം വന്നുകൊണ്ടിരിക്കുന്നു. പൊൻതകിട് മേഞ്ഞ ആ രഥം അതിനകത്തിരിക്കുന്നത് രാജകുടുംബത്തിൽപ്പെട്ടവരാണ് എന്ന് വിളിച്ചറിയിച്ചിരുന്നു. നല്ല വിസ്താരമായ ഇരിപ്പിടമുള്ള രഥത്തിൽ 3 പേരാണ് ഇരുന്നിരുന്നത്. ആദ്യത്തെ ആൾ ചെറുപ്രായത്തിൽ തന്നെ യുദ്ധഭൂമികളിൽ വീരേതിഹാസങ്ങൾ രചിച്ച സുന്ദരചോള ചക്രവർത്തിയുടെ സീമന്തപുത്രൻ രാജകുമാരൻ ആദിത്യ കരികാലനായിരുന്നു. വീരപാണ്ഡ്യന്റെ അന്തിമ യുദ്ധത്തിൽ അവനെ പരാജയപ്പെടുത്തി വീരപാണ്ഡ്യൻ തലകൊണ്ട പരകേസരി എന്ന ബിരുദ് നേടിയവനായി. അവന്റെ അടുത്ത് ഭീഷ്മാചാര്യർക്കൊത്ത വന്ധ്യവീരവയോധികൻ തിരുക്കോവലൂർ മലയമാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. സുന്ദരചോളരുടെ റാണി വനമാദേവിയുടെ പിതാവും കരികാലന്റെ മുത്തശ്ശനുമായിരുന്നു അദ്ദേഹം. മൂന്നാമത്തെ വ്യക്തി പഴയ പല്ലവ കുലത്തിന്റെ ഒരു താവഴിയിൽ ജനിച്ച പാർത്ഥിപേന്ദ്രൻ എന്ന യോദ്ധാവാണ്. രാജ്യമില്ലെങ്കിലും തൻ്റെ വാളിൻ്റെ ബലം കൊണ്ട് പ്രശസ്തനാവാൻ ആഗ്രഹിച്ച അവൻ കരികാലൻ്റെ കൂടെ ചേർന്നു. പ്രായം കൊണ്ട് കരികാലനേക്കാൾ മൂപ്പുണ്ടായിരുന്ന അവൻ ചേവൂർ യുദ്ധത്തിൽ ആദിത്യ കരികാലൻ്റെ വലം കൈയായി പ്രവർത്തിച്ച് അവൻ്റെ മിത്രമായി തീർന്നു. രഥത്തിനകത്ത് ചൂടുള്ള ചർച്ച നടക്കുകയായിരുന്നു. ഈ പഴുവേറ്റരയന്മാരുടെ അഹങ്കാരം ഇനി എനിക്ക് സഹിക്കാനാവില്ല. ദിവസം ചെല്ലുന്തോറും അവരുടെ അതിക്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അയച്ച ദൂതനെ അവരെങ്ങനെ ഒറ്റുകാരനെന്ന് മുദ്രകുത്തും? അവനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് 1000 പൊൻപണം പാരിതോഷികം കൊടുക്കുമെന്ന് പറമുട്ടിയായി അറിയിച്ചുവത്രേ. അതൊക്കെ ഞാൻ ക്ഷമിച്ചുകൊണ്ടിരിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? കരികാലൻ കുപിതനായി. അങ്ങനെ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വല്ലവരേനെ അയക്കണ്ട എന്ന് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. വാൾ വീശാനും വേലെറിയാനും മാത്രം അറിഞ്ഞാൽ പോരാ. ഇത്തരം രാജകീയ കാര്യങ്ങൾക്ക് പോകുന്നവന് ബുദ്ധികൂർമ്മത ഉണ്ടായിരിക്കണം, പാർത്ഥിപേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. കരികാലന് വന്ധ്യദേവനോട് ഒരു പ്രത്യേക വാത്സല്യമുണ്ടായിരുന്നു. ഇത് ഇഷ്ടപ്പെടാത്ത കാരണം എപ്പോൾ അവസരം കിട്ടിയാലും വന്ധ്യദേവനിൽ കുറ്റം കണ്ടുപിടിക്കാൻ പാർത്ഥിപേന്ദ്രൻ ശ്രമിക്കാറുണ്ട്. പല്ലവ, തുടങ്ങിയോ നിന്റെ പല്ലവി? വന്ധ്യദേവന്റെ പേരു കേട്ടാൽ അവനെപ്പറ്റി എന്തെങ്കിലും ദോഷം പറയാതെ നിനക്ക് ഉറക്കം വരില്ല. വന്ധ്യദേവനില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ബുദ്ധികൂർമ്മത ഉണ്ടാവുക? ചക്രവർത്തിയെ നേരിട്ട് കണ്ട് ഓല കൊടുക്കണം എന്ന എൻ്റെ ആജ്ഞ അവൻ അക്ഷരം പ്രതി അനുസരിച്ചതുകൊണ്ടാണ് പഴുവേറ്റരയന്മാർ അവനോട് ഈ പ്രതികാരം ചെയ്തത്. താങ്കൾ പറഞ്ഞ കാര്യത്തിനു ശേഷം വേറെ എന്തെങ്കിലും വേണ്ടാത്ത കാര്യത്തിൽ തലയിട്ട് കാണും. പാർത്ഥിപേന്ദ്ര, നീ കുറച്ചു നേരം മിണ്ടാതിരിക്കും. മുത്തശ്ശ, താങ്കൾ എന്താണ് ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാനൊരു പടയും കൊണ്ട് തഞ്ചാവൂരിൽ പോയി ചക്രവർത്തിയെ മോചിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. തൻ്റെ ജീവിതത്തിൽ 60ലേറെ യുദ്ധങ്ങൾ കണ്ട മലയമാൻ എന്ന മിലാടുടയാർ ശബ്ദം ശരിയാക്കിയതിനു ശേഷം പറഞ്ഞു. ആദ്യം നമുക്ക് ഈ തേരിൽ നിന്നും ഇറങ്ങാം, പിന്നെ പതിവ് സ്ഥലത്ത് പോയിരിക്കാം. ഓടുന്ന രഥത്തിൽ സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, വയസ്സായില്ലേ?